നിറയെ പേര് വിചാരിക്കണം ഫോറക്സ് സ്കാം ആണ്, റിസ്കി ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ സത്യത്തിൽ ഫോറക്സ് സിമ്പിൾ ആണ്. ഇവിടെ ഒരു ബിഗിനർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു എക്സാമ്പിളോട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഹായ്, ഐ എം ആനന്ദ്രാജൻ FX. ഞാൻ ഒരു ലീഡ് QA എഞ്ചിനീയർ, ചേഞ്ച്ഡ് ഫുൾ ടൈം ട്രേഡർ. നിങ്ങൾ ട്രേഡിംഗ് ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രേഡിംഗ് എന്താണെന്ന് പറഞ്ഞു തരും. ഒരു ബിഗിനർക്ക് പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ നമ്മളൊരു 10,000 രൂപ ദിറംസിന് കൺവേർട്ട് ചെയ്തിട്ട് ദുബായി പോകണം. സോ 10,000 രൂപ നമ്മൾ 400 ദിറംസ് കൺവേർട്ട് ആക്കി ദുബായി പോയി. തിരിച്ച് 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ദിറംസ് ചിലവാക്കിയില്ല. അതേ എക്സ്ചേഞ്ച് പോയിട്ട് 400 ദിറം എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് 11,000 രൂപ തിരിച്ചിട്ടുള്ളൂ. 1,000 രൂപ ഡിഫറൻസ് ആണ് നിങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ പ്രോഫിറ്റ്. സോ നിങ്ങൾ പോയ ടൈമിൽ ദിറമിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയപ്പോൾ അതേപോലെ ഇതും ഇൻക്രീസ് ആയി. സോ ഇപ്പോൾ നിങ്ങൾ ചെയ്തത് ഫോറക്സ് ട്രേഡിംഗ് ആണ്. പക്ഷേ ഒരു ഓഫ്ലൈനിലും സ്ലോ ആയിട്ട് ചെയ്ത പ്രോസസ്സാണ് ഇതേ നിങ്ങൾക്ക് ഓൺലൈനിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചാർട്ട് നോക്കി അനാലിസിസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഫോറക്സ് ട്രേഡിംഗ്. സിമ്പിൾ. വാട്ട് ഈസ് ഫോറക്സ്? ആക്ച്വലി ഫോറക്സ് സിമ്പിളാണ്. ബൈയിങ് എ കറൻസി പെയർ ആൻഡ് സെല്ലിങ് എ കറൻസി പെയർ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യണം, ബൈയിങ് സ്റ്റോക്സ് ആൻഡ് സെല്ലിങ് സ്റ്റോക്സ്. അതേപോലെ നമ്മൾ കറൻസി പെയർസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യുന്നതാണ് ഫോറക്സ് ട്രേഡിംഗ് പറയുക. ഇപ്പോൾ കറൻസി പെയർസ് എല്ലാവരും കറൻസി പെയർസ് എന്ന് പറയും. ബിക്കോസ് യൂറോ USD, USD JPY, XA USD ഇതെല്ലാം പെയർസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ബൈയിങ് പെയർ, സെക്കൻഡ് വൺ ഇസ് സെല്ലിംഗ് പെയർ. ഇപ്പോൾ യൂറോ USD മുകളിൽ പോകുമ്പോൾ നമ്മൾ ബൈ ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതേപോലെ താഴ്ത്ത് വരുമ്പോൾ സെല്ലെടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത്ര തന്നെ ഫോറക്സ് ട്രേഡിംഗ്. വെരി സിമ്പിൾ. ഫോറക്സ് എന്തുകൊണ്ട് എക്സിസ്റ്റ് ആണ്? ഫോറക്സ് ട്രേഡേഴ്സിന് വേണ്ടിയല്ല എക്സിസ്റ്റ് ആണ്. ഫോറക്സ് ഈ ലോകത്തിന് വേണ്ടി എക്സിസ്റ്റ് ആണ്. എല്ലാ കൺട്രീസിലുള്ള ആൾക്കാർക്ക് വേണ്ടി എക്സിസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ US കുറച്ച് സാധനങ്ങൾ UK നിന്ന് വാങ്ങിക്കണം. അപ്പോൾ അവർ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് US ഡോളേഴ്സിലാണ്. ഇപ്പോൾ ഇന്ത്യൻസ് അവർ ഇലക്ട്രോണിക് ഗുഡ്സ് ജപ്പാനിൽ നിന്ന് വാങ്ങിക്കണം. അവർ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് JPY-ലാണ്. സോ ഇതൊക്കെ എല്ലാം കമ്പൈൻഡ് ആണ് ഫോറക്സ് മാർക്കറ്റ്. ഇത് ചില എക്സാമ്പിൾ മാത്രമാണ്, പക്ഷേ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫോറക്സ് മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഓൾമോസ്റ്റ് $7 trillion ഓഫ് വോള്യൂം, US ഡോളർ ഇൻ വോള്യൂം ഓഫ് ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ട്രേഡേഴ്സ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണേ? ട്രേഡേഴ്സ് സിമ്പിളായിട്ട് ഈ 2 മെത്തേഡിലാണ് പൈസ ഉണ്ടാക്കണേ. ഒരു കറൻസി വാങ്ങിച്ചിട്ട് അത് പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. അതേപോലെ കറൻസി ഒരു ഹൈ പ്രൈസിൽ സെല്ല് ചെയ്തിട്ട് താഴ്ത്ത് വരുമ്പോൾ തിരിച്ച് വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കുന്നതാണ് അവരുടെ പ്രോഫിറ്റ്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. നിങ്ങളൊരു പ്രോഡക്റ്റോ ഒരു അസറ്റോ അല്ല ബൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരു കറൻസി വാങ്ങിക്കുക, ഒരു കറൻസി പിന്നെ സെല്ല് ചെയ്യുക. ഇത് നമ്മൾ കുറേ അനാലിസിസ്, ടെക്നിക്കൽ, ഫണ്ടമെൻ്റൽ ആ അനാലിസിസ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ് ഫോറക്സ് ട്രേഡിംഗ്. ബിഗിനർ എന്തുകൊണ്ടാണ് ഫെയിൽ ആകുന്നത്? ബിഗിനേഴ്സ് ട്രേഡിങ്ങിൽ വരുന്നത് ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, പെട്ടെന്ന് റിച്ച് ആകുക. അവർ നേരെ ലോട്ട് സൈസിങ് നോക്കില്ല, നേരെ റിസ്ക് എടുക്കില്ല, നേരെ സൈക്കോളജി ഡെവലപ്ഡ് ആയിരിക്കില്ല, ഡിസിപ്ലിൻഡ് ആയിരിക്കില്ല. ഇതൊക്കെയാണ് മെയിൻ റീസൺ ഒരു ബിഗിനർ ട്രേഡർ ഫെയിൽ ആകുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് എങ്ങനെ സക്സസ് ആവണം? അവർ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കും, അവരുടെ സൈക്കോളജി വല്ലാത്ത ഇമ്പ്രൂവ്ഡ് ആയിരിക്കും, അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ് നന്നായിരിക്കും, അവരുടെ ഡിസിപ്ലിൻ സൂപ്പർ ആയിരിക്കും. ആൻഡ് മോർ ഓവർ അവരുടെ ക്യാപിറ്റൽ അവരെപ്പോഴും സേവ് ചെയ്യും. ബിഗിനർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു ബേസിക് നന്നായിട്ട് പഠിക്കുക, ഫണ്ടമെൻറ്റൽസ്, ടെക്നിക്കൽസ് നന്നായിട്ട് പഠിക്കുക, റിസ്ക് മാനേജ്മെൻറ്റ് നേരെ നോക്കുക, അവരുടെ സൈക്കോളജി നന്നായി ഡെവലപ്പ് ചെയ്യുക. അവർക്ക് ഫസ്റ്റ് പഠിക്കുമ്പോൾ ചെറിയ റിസ്ക് എടുത്ത് പഠിക്കുക, ചെറിയ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ ഒരു ബിഗിനർ ട്രേഡറിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് റെസ്റ്റ് ഇസ് ഡിസിപ്ലിൻ, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് സൈക്കോളജി. ഫോറക്സ് വളരെ സിമ്പിളാണ്, നിങ്ങൾ നേരെ പഠിച്ചാൽ മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ട്രേഡേഴ്സ് ഫ്രണ്ട്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.